ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു രാജ്യത്തിൽ ബാൻ ചെയ്യുന്ന ഒരു വലിയ കെമിക്കൽ ഫാക്ടറി, ഒരുപാട് ആൾക്കാർക്ക് ക്യാൻസറും അതേപോലെ തന്നെ കിഡ്നി ഫെയിലറൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു വലിയ കെമിക്കൽ ഫാക്ടറി ഒരു രാജ്യത്ത് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ക്രിമിനൽ റെക്കോർഡ്സും പിന്നെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതും കാരണം അവരവിടെ നിന്ന് എൻവയോൺമെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് അല്ല എന്ന് എഴുതി തള്ളിയ കമ്പനി അവിടെ നിന്ന് ബാൻ ചെയ്യുകയാണ്. അങ്ങനെ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് അവർ വേറൊരു കമ്പനി അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണ്ടും ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരുപാട് നല്ല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഇത് ആക്ച്വലി നടന്ന ഒരു സംഭവമാണ്. നൈജീരിയയിലൊന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ. അതായത് ഒരു കമ്പനി, അത് SBA എന്ന് പറയുന്ന ഒരു കെമിക്കൽ കമ്പനി ആക്ച്വലി നമ്മുടെ ഇറ്റലിയിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ദ ടു മച്ച് ഓഫ് യൂസ് ഓഫ് കെമിക്കൽസ് ഓവർലോഡ് യൂസ് കാരണം ഒരുപാട് ക്യാൻസറും അതേപോലെ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത് കാരണം അവിടെ 2018 ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അതായത് റീസെൻ്റ്ലി 2025 നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്തു എന്ന് പറയുകയാണ് നമ്മുടെ ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ അവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട ആൾക്കാരെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മളിവിടെ സ്വന്തം മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് സ്ഥലം തരാം, നിങ്ങൾ ഇവിടെ വന്ന് പണിഞ്ഞു കൊണ്ടു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നല്ല കമ്പനി ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ പേറ്റന്റും ആൻഡ് കെമിക്കൽ ഫോമിലും അതായത് അവരുടെ എല്ലാ പേറ്റന്റിനും വാങ്ങിച്ചെടുക്കുകയാണ് അവർ, ഇൻക്ലൂഡിങ് ദ ഹാംഫുൾ കെമിക്കൽസ്. എന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് സ്ഥാപിച്ച് കോടികൾ ഉണ്ടാക്കാന്ന്. അതായത് ആൾക്കാർ ക്യാൻസർ വന്ന് കിഡ്നി ഫെയിലർ വന്ന് ചത്താലും കുഴപ്പമില്ല, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടായാലും കുഴപ്പമില്ല, പൈസ ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ഗവൺമെൻറ്റിന്. ഇങ്ങനത്തെ ആ ലൈസൻസ് ഉണ്ടാടാ അറ്റ്ലീസ്റ്റ് ഏതാ ഇതിനെതിരെ ഒരുപാട് എൻവയോൺമെൻറ്റലിസ്റ്റ് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഒരുപാട് ലെറ്റേഴ്സ് എഴുതി പ്രൈം മിനിസ്റ്ററിനും, അതേപോലെ തന്നെ ഒരുപാട് റിയാക്ട് ചെയ്തു. ബട്ട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2026 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആൾക്കാർ ചത്താലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ എനിക്ക് മെയിൻലി പറയാനുള്ള കാര്യം, ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നത് ഞാൻ ഇന്നേ വരെ ഒരു ന്യൂസ് ചാനലോ ഒരു മീഡിയയോ ഒരു മുന്തിയ മീഡിയാസിലുള്ള ആൾക്കാരും ഇതിനെപ്പറ്റി സ്റ്റോറി ചെയ്യുന്ന ഒരു ന്യൂസ് പോലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് നമ്മുടെ ഇന്ത്യൻസ് തവിട്ട് കൊടുത്താലും വാങ്ങിച്ചാണ് നീയൊക്കെ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ കുറെ വാഴ വേണ്ടിയ എടാ മീഡിയക്കാരെ വേണം എന്നെയൊക്കെ എന്തിനാണ് ഇവിടെ ഒരു ആവശ്യം ഉണ്ടാകുക? കുറെ നാള് എന്തോ ഇങ്ങനെ പേര് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ താഴെ വീഴുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ടയിൽ പോകുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ചാടുന്നു, ഓടുന്നു, കെട്ടുവോ കെട്ടിയില്ലേ. എടാ ഇതേ സമയത്ത് തന്നെ ഈ സംഭവമൊക്കെ ഇവിടെ ഇന്ത്യ നടന്നത്. നീ മാങ്കൂട്ടത്തും മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ നോക്കിയിടക്കുന്ന സമയത്ത് ഇതേപോലത്തെ നല്ല കാര്യം നോക്കിയിരുന്നെങ്കിൽ 10 ആൾക്കാർ ഈ കാര്യങ്ങൾ അറിഞ്ഞേനെ. മീഡിയ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണോ എൻ്റെ പൊന്നെ? നാണമുണ്ടാണ് അതിനൊക്കെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഒറ്റ മനുഷ്യർ പുറത്തു പറയില്ലല്ലോ. കാരണം ഇതൊക്കെ വലിയ ആൾക്കാരാണല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് ഇമേജ് അങ്ങ് പോകും. കാരണം ഇതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല. ഇവിടെ മാങ്കൂട്ടത്തിന് മാങ്ങാപ്പുളിശ്ശേരി ചിക്കൻ കറി എങ്ങനെ കുഴച്ചുകൊണ്ട് തിന്നാം എന്ന് മാത്രം നിങ്ങളൊക്കെ കാണിക്കും. പണത്തിൻ്റെ കാര്യം അല്ല. ഇത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ബംഗാളിൽ വേറെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മുലപ്പാലിൽ യുറേനിയത്തിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് റിപ്പോർട്ട് ചെയ്യായിരുന്നു. ഒന്നുമില്ല, ഇവിടെ ബീഹാറിൽ നടന്നു. ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? ഞാനും ഈ ഇടയ്ക്കാവുന്ന അറിഞ്ഞ ഈ കേസൊക്കെ. നമ്മുടെ മീഡിയ ഇങ്ങനെ ഭയങ്കര കഴിവുള്ളവരായതുകൊണ്ട് ഒന്നും പറയാറില്ലല്ലോ. അവരിങ്ങനെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞാൽ കൂടിപ്പോകും. അതെ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നായിരുന്നു. കാരണം ഒരുപാട് അവിടെ ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം അമ്മമാരുടെ മുലപ്പാലിൽ യുറേനിയത്തിൻ്റെ കലർപ്പ് അത് കുഞ്ഞിനെ കൊടുത്തു. അവർക്ക് ആണെങ്കിൽ ഹെൽത്ത് കൺസേൺ കാരണം ഹോസ്പിറ്റലിലും കൊണ്ട് കാണിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്താവുമെന്ന് അറിയില്ല. യുറേനിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷം, ടോക്സിക് സാധനമാണ് അത്. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുമാർ എഴുത്തള്ളി യുറേനിയൊക്കെയല്ലേ അങ്ങ് മുള്ളിയാങ്ങ് പൊയ്ക്കോളുന്നു, കൊച്ചുങ്ങൾ കുഴപ്പമൊന്നും കാണില്ലെന്ന്. യുറേനിയം മുള്ളിയാണെങ്കിൽ പോകും. ഇവിടെ എന്നതാ ഇവനൊക്കെ പഠിച്ച് ഇറങ്ങിയത്? ഇവരൊക്കെ ഇവിടെ PhD ഉണ്ടാക്കിയത്? എടാ എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഈ മീഡിയയുടെ എന്താ തുറക്കാത്തത്? ഇതേപോലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിരുന്നില്ല? അപ്പം എന്തെങ്കിലും മുട്ടടിക്കുന്നു നിൻ്റെയൊക്കെ? മാങ്കൂട്ടത്തിൻ്റെ മാങ്ങാപ്പുളിശ്ശേരിയുടെയും കാര്യം പറയുമ്പോൾ നിനക്ക് ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഒരു മാസം എൻ്റെ പൊന്നെ TV തുറക്കാൻ പറ്റിയിട്ടില്ല ഇവനെയൊക്കെ കാരണം. എൻ്റെ മാമ്പുളിശ്ശേരി എൻ്റെ പൊന്നോ, ഇത് വല്ലതും നടന്നാൽ അതുമില്ല. ഇപ്പം ആ വിഷയം പിന്നെ അടുത്ത വിഷയം പറഞ്ഞല്ലോ നിങ്ങൾക്കൊക്കെ. എൻ്റെ വീഡിയോ വല്ല വൈറലാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ നിൻ്റെ അടുത്തൊക്കെ കാണുന്നെങ്കിൽ നിൻ്റെ അടുത്തൊക്കെ ഒരു അഭിപ്രായമുണ്ട്. TV കുറച്ച് വിവരമുള്ള കാര്യങ്ങളും കൂടെ കാണിക്കണം. നീക്ക് എന്തോ കാണില്ലേ, കുറച്ചെങ്കിലും അല്പം വിവരമുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് സമാധാനമായിരുന്നേനെ. അല്ലാതെ എപ്പോഴും ഈ പാർട്ടി മറ്റേത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആട്ടിയായിട്ട് നടന്നാൽ മാത്രം പോരാ. ഇങ്ങനത്തെയും കുറേ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കാണിക്കണം.
എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതേപോലത്തെ കുറച്ച് വ്ളോഗേഴ്സ് ഇൻസ്റ്റാഗ്രാംസ് ചെയ്താൽ ഇത് ചെയ്ത് ഒന്ന് രണ്ട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അപ്രിഷ്യേറ്റ് ചെയ്തു ഞാൻ. കാരണം അവർ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞില്ല. എത്ര ലൈക്ക് കിട്ടിയെന്ന് ലൈക്ക് കുറവായിരിക്കും. കാരണം അതിൻ്റെ നല്ല കാര്യങ്ങളൊന്നും കാണാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളായാലും ഇങ്ങനെയാണ് കാണാൻ ഇൻട്രസ്റ്റ് കാണില്ല. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഇന്ത്യയും ഒന്നും പറയാനില്ല. ഈ ഇങ്ങനെ ഇൻഡസ്ട്രി ഇവിടെ തുടങ്ങി ഇനി എത്ര പേര് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. പറഞ്ഞിട്ട് കാര്യം. ഞാൻ ഈ പറയാൻ പോകുന്ന അടുത്തന്നെ ഫീഡിനെ പറ്റിയാ. അയ്യോ കുറെ വൃത്തിക്കെട്ട അവരാതെ ഫീഡുകൾ വന്നോണ്ടിരിക്കും എനിക്ക്.